ഹലോ മുത്തുമണീസേ, നമ്മുടെ മഴതോറും മുൻപേ സീരിയലിൻ്റെ ഈ ആഴ്ച വരാനിരിക്കുന്ന ഒരു പ്രൊമോയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഭയങ്കര ട്രാജഡികളൊക്കെ കേട്ടോ നമ്മുടെ മഴതോറും മുമ്പേ സീരിയലിൽ സംഭവിക്കുന്നത്. കാര്യം ഈ ഒരു സീരിയൽ നമ്മളൊരു മൂവി കാണുന്ന എഫക്റ്റാണ് കേട്ടോ. കാര്യം ഒരുപാട് ഇഴച്ചു നീട്ടാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ കഥ നമ്മളിലോട്ട് കൊണ്ടെത്തിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. മറ്റേ നമ്മൾ ബാക്കി സീരിയലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായമാണ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കാര്യം അലീന എന്ന് പറയുന്ന പെൺകുട്ടി ഈ വീട്ടിൽ വരുന്നത്, അത് കണ്ടുപിടിക്കണത് വേണമെങ്കിൽ ഈ സീരിയൽ കുറേ ഇഴച്ചിഴച്ച് ഇങ്ങനെ കൊണ്ടുപോകായിരുന്നു. പക്ഷെ അതൊന്നുമില്ല, എല്ലാം വളരെ ക്ലിയറായിട്ട് പെട്ടെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് ബോറടിപ്പിക്കാണ്ടുള്ള രീതിയിലാണ് ഈ മഴതോറും മുമ്പേ സീരിയൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ശരിക്കും ഇനി വരുന്ന ആഴ്ചയിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് സങ്കടകരമായ കാര്യങ്ങളൊക്കെയാണ്. നമുക്കൊരു ദേഷ്യവും ഇതുമൊക്കെ നമുക്കിതിൽ കഥാപാത്രങ്ങളിലെടുത്ത് നമുക്ക് ചില ആൾക്കാരുടെ അടുത്ത് തോന്നുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് ഇനി വരുന്ന അതായത് ഈ ആഴ്ചയിൽ തിങ്കൾ മുതൽ വരുന്ന ദിവസങ്ങളിൽ ശരിക്കും കുറച്ച് വിഷമമൊക്കെ തോന്നുന്ന ഒരു ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ ദയവായിട്ട് എല്ലാവരും ലൈക്ക് അടിച്ച് കാണാൻ ശ്രമിക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഓരോ വ്യക്തികളുടെ ലൈക്ക് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ ആ വീഡിയോയ്ക്ക് കൂടുതൽ എൻഗേജ്ഡ് ആവാനുള്ള ഒരിതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വൈജയന്തി ഇങ്ങനെ ബാലചന്ദ്രനും ശിവശങ്കരനും നമ്മുടെ സുഭാഷും ഒക്കെ ആയിട്ട് ഒരു മീറ്റിംഗ് നടത്തിയല്ലോ ബാലചന്ദ്രൻ്റെ പെങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ അത് ഏതായെന്നൊക്കെ അറിയാനായിട്ട് നമ്മുടെ വൈജയന്തി അങ്ങ് ശിവശങ്കരൻ്റെ കമലയുടെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. ശിവശങ്കരൻ്റെയും കമലയുടെയും അവരുടെ തറവാട്ടിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞ ന്യൂസുകൾ വൈജയന്തിയെ വല്ലാണ്ട് ഞെട്ടിക്കുന്ന ന്യൂസുകളായിരുന്നു. കാരണം ഒരിക്കലും വൈജയന്തി ഇത് പ്രതീക്ഷിച്ചില്ല. വൈജയന്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വൈജയന്തിയുടെ ജീവിതത്തിൽ വലിയൊരു തെറ്റ് ചെയ്തിട്ട് അത് മറച്ചു വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് വൈജയന്തി. പക്ഷേ അതേ തെറ്റ് ബാലചന്ദ്രൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ വൈജയന്തിക്ക് അത് സഹിക്കാനാവുന്നില്ല. അതായത് വൈജയന്തി ശിവശങ്കരനിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ ബാലചന്ദ്രൻ്റെ ഒരു അവിഹിത ബന്ധത്തിലുണ്ടായ കുഞ്ഞാണ് അലീന എന്നുള്ളതാണ്. അത് വൈജയ്ക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം തന്നെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ ഏതോ ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീക്ക് ബാലചന്ദ്രനിലുണ്ടായി, ഗൾഫിൽ വെച്ചിട്ട് ബാലചന്ദ്രനിൽ ഉണ്ടായൊരു കുഞ്ഞാണ് ഈ കുട്ടിയായിരുന്നു അലീന എന്നും ഇത്രയും നാൾ ഏതോ ഒരു ഓർഫണേജിൽ ജീവിച്ചു എന്നും തൻ്റെ അച്ഛൻ വഴി ബാലചന്ദ്രൻ വളരെ പ്ലാൻഡായിട്ട് നടത്തിയ ഒരു നാടകീയ രംഗങ്ങളാണ് അലീനയെ ഇവിടെ അമ്മയെ നോക്കാൻ വേണ്ടി ഹോം നേഴ്സായിട്ട് കൊണ്ടുവരികയും ഒരു വേലക്കാരിയുടെ വേഷമൊക്കെ അണിഞ്ഞ് നിർത്തി ഇത്രയും സ്വന്തം മകളെ അടുത്ത് കിട്ടിയ ഒരു അവസരം പോലെ അത് വേണ്ട വിധം വിനിയോഗിച്ച് മറ്റുള്ളവർക്ക് സംശയം ഉണ്ടാക്കാതെയൊക്കെ കൊണ്ടുവന്ന രീതികളൊക്കെ ആയിട്ടാണ് വൈജയ്ക്ക് ഇവരെല്ലാം പറഞ്ഞത് വെച്ച് തോന്നിയത്. അങ്ങനെ ബാലചന്ദ്രൻ ആ ഒരു കള്ളക്കഥ ഇവരെ പറഞ്ഞ് വലിപ്പിച്ചതുപോലെ തന്നെ ശിവശങ്കരനും രാജീവും പിന്നെ സുഭാഷും ഒക്കെ നമ്മുടെ വൈജയന്തിയെയും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയാണ്. പക്ഷേ വൈജയന്തിയും അതുപോലെ അതെല്ലാം വിശ്വസിച്ചു. താങ്ങാനാവാത്തൊരു ഭാരം പോലെയാണ് വൈജയന്തി തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞതും നമ്മുടെ അലീനയാണ് ചെന്ന് ഡോറ് തുറക്കുന്നത്. മാഡത്തിന് എന്താ വേണ്ടേ? എനിക്ക് കുറച്ച് വിഷം നീ കലക്കി തരാവോ, നീയും നിൻ്റെ അച്ഛനും കൂടെ. അത് കേട്ടപ്പോൾ അലീന ഞെട്ടാണ്. കാര്യം അലീനയ്ക്ക് മനസ്സിലായി തറവാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വൈജയന്തിയുടെ ആങ്ങളമാർ രണ്ടുപേരും കൂടെ അച്ഛൻ പറഞ്ഞ ആ കള്ളക്കഥകൾ അമ്മേനെയും കൂടെ പറഞ്ഞ് പറ്റിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് മനസ്സിലായി. ഇത് ഉടൻ തന്നെ അലീനയോട് അങ്ങോട്ട് ചാടി കടിക്കാൻ തുടങ്ങി. നിൻ്റെയും നിൻ്റെ അച്ഛൻ്റെയും ഈ നാടകീയ രംഗങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കില്ല എന്ന് നീ കരുതിയോ? എൻ്റെ മക്കൾ, ഞാനും എൻ്റെ മക്കളും അനുഭവിക്കേണ്ട സ്വത്തുക്കളെല്ലാം ഇനി നിനക്ക് അനുഭവിക്കാമെന്ന് നീ കരുതുക. അലീന ഒന്നും മിണ്ടില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ വൈജ പല ചിന്തകൾ ചിന്തിച്ച് ഇങ്ങനെ കാട് കയറി കൂട്ടി വെച്ചൊക്കെയാണ്. അപ്പോൾ അലീന ഒന്നും മിണ്ടില്ല. എന്നിട്ട് കുറേ കിടന്ന് സംസാരിച്ചിട്ട് അലീനയുടെ അടുത്ത് ഷൗട്ട് ചെയ്തിട്ട് റൂമിലോട്ട് പോവാണ്. ആ സമയം അലീന നേരെ ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് സങ്കടപ്പെട്ട് പറയണ, അച്ഛൻ ഇത്രയ്ക്ക് വേണ്ടിയില്ലായിരുന്നു. കാര്യം അവരൊക്കെ അച്ഛൻ പറഞ്ഞ കള്ളക്കഥ അമ്മയെയും ഇപ്പോൾ അവർ വിശ്വസിപ്പിച്ചേക്കാണ്. എന്തിനാ അച്ഛൻ ഇത്രയും വലിയൊരു
ക്രൂരതയോ? അപ്പം നിനക്ക് എന്നോടൊരു ദൈവം തോന്നുന്നില്ല? 10-22 വർഷത്തോളം എന്നെ പറ്റിച്ച് വഞ്ചിച്ച് അവൾ ജീവിച്ചിട്ട് അത് എൻ്റെ മനസ്സിന് ഇന്നും താങ്ങാനാവാണ്ട് കഴിയുന്ന ഒരാളായ എന്നോട് നിനക്ക് അനുകമ്പയില്ല, നിൻ്റെ അമ്മയോടാണ് നിനക്ക് അനുകമ്പ. അതല്ല അച്ഛാ, സത്യം ഇതാണല്ലോ. പക്ഷെ അമ്മയെ വെറുതെ വിഡ്ഢിയാക്കി ആക്കിയ ഒരു ഇത് കണ്ടപ്പോൾ അലീനയ്ക്ക് എന്തോ ഒരു പ്രയാസം പോലെ. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, കുറച്ച് വിഷമങ്ങളൊക്കെ അവൾ അനുഭവിക്കട്ടെ എന്ന് എന്നെ തീർത്ത് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന രംഗം എന്ന് പറയുന്നത് ബബിത വൈജയന്തിയുടെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് വൈജയന്തി ആണെങ്കിൽ ഭ്രാന്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തേത്തലടിച്ച് നടക്കുകയാണ്. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, ഇതെങ്ങനെ ഞാൻ സഹിക്കും, ഇനി അതായത് ബാലേന്ദ്രൻ്റെ മകളായ അലീനയ്ക്ക് ഇനി ഈ കുടുംബത്ത് സ്ഥാനം കിട്ടും, പിന്നെ ഞാൻ എന്താണ് ഇവിടെ, എനിക്കുള്ള സ്ഥാനം എന്താണ്, എൻ്റെ മക്കൾക്കുള്ള സ്ഥാനം എന്താണ്, അങ്ങനെ പല ചിന്തകൾ നമ്മുടെ വൈജയന്തിയുടെ ഉള്ളിൽ കയറി വരണം. അപ്പോൾ ഇത് വന്നിട്ട് ചോദിക്കുകയാണ്, അമ്മേ അവിടെ പോയിട്ട് അവരെന്ത് പറഞ്ഞു അമ്മേ, അച്ഛൻ അലീനെ എവളെ ഇറക്കി വിടുന്ന കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനിച്ചോ? എന്ത് തീരുമാനിക്കാൻ? ഒന്നും തീരുമാനിക്കില്ല, ഞാൻ നിൻ്റെ അച്ഛൻ്റെ റൂമിലൊന്ന് പോയി അയാളടുത്ത് സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ്റെ റൂമിലോട്ട് ചെല്ലുകയാണ്. എൻ്റെ ബാലേന്ദ്രനോട് ചോദിക്കും, കൊള്ളാം, എന്നെ വിഡ്ഢിയാക്കി ഇത്രയും നാൾ നിങ്ങൾ സ്വന്തം ഒരു മകളെ അവിഹിതത്തിലുണ്ടാക്കിയിട്ട് അതാരും അറിയില്ല എന്ന് കരുതിയെന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ്റെ കൊള്ളാം, നല്ല രീതിയിലുള്ള നാടകം കൊള്ളാം, നിങ്ങൾ എന്തായാലും കൊള്ളാം, അച്ഛനും മോളും കൂടെ നല്ല രീതിയിൽ എന്നെ പെർഫോം ചെയ്ത് വന്നു എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ്റെ മക്കിട്ട് തട്ടിക്കയറണം. ബാലചന്ദ്രൻ ആദ്യം ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അതെ, എനിക്കൊരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നു, ഞാൻ ഇത്രയും നാളും പറഞ്ഞില്ല. ഇനി നിനക്കും ഇതുപോലെ വല്ല അവിഹിത ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് രണ്ടുപേർക്കും തുല്യമായിട്ട് തന്നെ അതങ്ങ് ക്ഷമിക്കാം. അപ്പോഴത്തേക്ക് വൈജയന്തി തുറിച്ച് നോക്കിക്കൊണ്ട് ബാലേന്ദ്രനോട് പറഞ്ഞു, ഇനി മുതൽ ഈ വീട്ടിലെ അവളോ ഞാനോ എന്നുള്ള എൻ്റെ തീരുമാനം എനിക്കിപ്പോൾ അറിയണം. അലീനെ ഞാൻ എന്തായാലും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടില്ല എന്ന് തീർത്തും ബാലചന്ദ്രൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജ പറഞ്ഞു, വേണ്ട, ഞാൻ ഇറങ്ങിക്കോളാം, ഞാനാണല്ലോ ഈ വീട്ടിൽ അധികപ്പറ്റ്, ഞാൻ ഇറങ്ങിപ്പോക്കോളാം ബാലേന്ദ്ര എന്ന് പറഞ്ഞിട്ട് വൈജയന്തി പോവാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നിൽക്ക്, നീ ഇറങ്ങിപ്പോയാൽ നിനക്ക് തന്നെയാണ് നിൻ്റെ ജീവിതത്തിൽ നഷ്ടം, ഞാൻ ഒരിക്കലും നിന്നോട് ഇറങ്ങിപ്പോവാൻ പറയില്ല എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാണ്ട് വൈജയന്തി വിളിച്ചുകൊണ്ട്, എനിക്കൊരു ഭർത്താവിനെയാണ് വേണ്ടത്, അല്ലാണ്ട് ഭർത്താവിൻ്റെ അവിഹിതത്തിലുള്ള ഒരു മകളെ അല്ല എനിക്ക് വേണ്ടത്, എൻ്റെ മക്കളുടെ അച്ഛൻ, എൻ്റെ മക്കളുടെ മാത്രം അച്ഛനായിട്ടാണ് എനിക്ക് നിങ്ങളെ വേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ഒന്ന് ചിരിച്ചു കേട്ടോ. അത് കഴിഞ്ഞാൽ വൈജയന്തി നേരെ റൂമിൽ ചെല്ലുകയാണ്. റൂമിൽ ചെന്നപ്പോഴത്തേക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് രോഹിത്തും ബബിതയും കൂടെ ചെന്നിട്ട്, അമ്മ എന്തായി? അപ്പോൾ അലീനെ എവിടെ ഇറക്കി വിടാം? അപ്പോൾ വൈജ പറഞ്ഞു, അതെ, അലീനെ ഇറക്കി വിടാൻ നിങ്ങളുടെ അച്ഛൻ്റെ സ്വന്തം മകളാണ് അലീന. ആ സത്യമാ നിങ്ങളുടെ വലിയച്ഛൻ്റെ അടുത്തും കൊച്ചച്ഛൻ്റെ അടുത്തൊക്കെ നിങ്ങളുടെ അച്ഛൻ വന്ന് സത്യം പറഞ്ഞത്. അത് കേട്ടപ്പോൾ ബബിത, എന്താ അമ്മ പറയണത്, സ്വന്തം മകളോ? ആന്നേ, അലീന നിങ്ങളുടെ അച്ഛൻ്റെ സ്വന്തം മകളാണ്. കല്യാണത്തിന് മുന്നേ അച്ഛന് ഒരു അവിഹിതത്തിലുണ്ടായ ബന്ധം, ആ മകളെയാണ് ഈ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഇത് കേട്ടിട്ട് രോഹിത്തൊക്കെ അങ്ങ് ഞെട്ടാണ്. കാര്യം സ്വന്തം അച്ഛൻ്റെ മകളെന്ന് പറയുമ്പോൾ സ്വന്തം ചേച്ചിയായിട്ട് വരുന്ന ആളിനെയാണല്ലോ താൻ ഈ ഒരു രീതിയിലൊക്കെ മോശപ്പെട്ട് പെരുമാറിയെന്ന് അറിയുമ്പോൾ രോഹിത്തിൻ്റെ ഉള്ളിൽ പല ചിന്തകളും കടന്നങ്ങ് വരികയാണ്. അപ്പോൾ ബബിതയും ഞെട്ടലോടെ നിൽക്കണം. അപ്പോൾ ആ സമയം വൈജയന്തി പറഞ്ഞു, ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ടൊരർത്ഥമില്ല, എനിക്കെന്ത് സ്ഥാനമാണ്. അപ്പോൾ അവർ കുറേ പറഞ്ഞെങ്കിലും വൈജയന്തി നിൽക്കാനൊന്നും കൂട്ടാക്കിയില്ല. എന്നിട്ട് വൈജയന്തി കാറ് കൊടുത്തുകൊണ്ട് പോവാണ്. ആ രാത്രിയിൽ തന്നെ വൈജയന്തി പോവാണ്, പറഞ്ഞിട്ടും നിന്നില്ല. അങ്ങനെ കുറേ വണ്ടി സ്പീഡ് ഓടിച്ചു. എന്നിട്ട് കുറേ വണ്ടികൾ, എതിരെ പറഞ്ഞ വണ്ടികളൊന്നും വൈജയന്തി ശ്രദ്ധിക്കാണ്ട് ഹൈ സ്പീഡിന്, ചില സമയത്ത് ചില റോഡൊക്കെ എത്തുമ്പോൾ നല്ല ഓവർ സ്പീഡിനാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. അങ്ങനെ കുറേ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്തും വൈജയന്തിയുടെ ഉള്ളിൽ അലീനയുടെയും ബാലേന്ദ്രൻ്റെ മുഖം മാത്രമേ ഉള്ളൂ. ഈ സമയം അലീന ഓടി നേരെ ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് പറയണം, അച്ഛാ, ഞാൻ ഇവിടുന്ന് പൊക്കോട്ടെ അച്ഛാ, ഞാൻ ഈ കുടുംബത്ത് കാലെടുത്ത് വച്ചത് പിന്നെയല്ലേ അച്ഛാ, ഇത്രയും ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ കുടുംബത്തിന് ഇത്രയും ആ ഒരു ഇതൊക്കെ വന്നോളൂ, ഞാൻ എന്തായാലും തിരിച്ച് പൊക്കോട്ടെ അച്ഛാ, ഞാൻ കാരണമല്ലേ ഇങ്ങനെ നിങ്ങളുടെ കുടുംബം ചിന്നിച്ചിതറിയത്, നീ പോകാനോ, നീ എന്താ മോളെ പറയണത്, അതിന് വേണ്ടിയിട്ടാണോ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് എല്ലാവരുടെ അടുത്തും വഴക്കടിച്ചാക്കിയെന്ന് ബാലേന്ദ്രൻ പറഞ്ഞു.
അപ്പോൾ അലീന പറഞ്ഞു, അതല്ല അച്ഛാ, നമ്മൾ അമ്മയുടെ അവസ്ഥ, അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി, എങ്ങോട്ടാ ഏതാ എന്നൊന്നും അറിയില്ല. കുറേ നാളുകളായിട്ട് ഈ വീട്ടിൽ നടക്കുന്ന ഓരോ സിറ്റുവേഷനും വളരെ ഇതായിട്ടുള്ളതാണ്. ഒരു പക്ഷേ ഞാൻ ഈ വീട്ടിൽ വരാതിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടായില്ലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ബാലേന്ദ്രൻ പറഞ്ഞു, നീ അതൊന്നും ഓർത്താക്കണ്ട, അവളെ എടുത്തു കാട്ടോ ബഹളവും നിനക്കറിയാവുന്നതല്ലേ, അതുകൊണ്ട് നീ സമാധാനപ്പെടുന്നൊക്കെ പറഞ്ഞ് അലീനയെ സമാധാനിപ്പിക്കുന്നു. അലീന അത് കഴിഞ്ഞ് ചെന്ന് നേരെ നമ്മുടെ മനുശങ്കറിനെ വിളിക്കുന്നു. ഇങ്ങനെ അമ്മ ഇറങ്ങിപ്പോയി മനുവേട്ടാ, അതൊന്നും നീ കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ് മനുവും അലീനയെ സമാധാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടും പിന്നെ അലീന രേവതി കുട്ടിയെ വിളിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെ അമ്മ ഇറങ്ങിപ്പോയി, രേവതി കുട്ടി അച്ഛനും വിട്ടുകൊടുക്കുന്നില്ല, ഇങ്ങോട്ടാ പോയെന്നൊന്നും അറിയില്ല, മിക്കവാറും തറവാട്ടിലായിരിക്കും പോയത്. പക്ഷെ എന്നാലും അലീനയ്ക്ക് വല്ലാത്തൊരു സങ്കടം. കാര്യം താൻ വന്നതിൻ്റെ പേരിൽ, താൻ ഒരാൾ വന്നതിൻ്റെ പേരിലാണ് ഈ കുടുംബം ഇങ്ങനെ ചിഹ്ന ഭിന്നമായി പോയത് എന്നുള്ളത് ഓർത്തിട്ട് അലീനയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ രേവതിക്കുട്ടി കുറേയൊക്കെ സമാധാനിപ്പിക്കുന്ന സിറ്റുവേഷനൊക്കെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ വൈജ ഭയങ്കര സ്പീഡിൽ രാത്രിയിൽ വണ്ടി ഓടിച്ച് പോകണം കേട്ടോ. കുറേ വണ്ടിക്കാരൊക്കെ വൈജയുടെ വണ്ടി ഈ ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ പോണതിന് അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ വൈജയന്തി മേഡം ഇതൊന്നും ചെവി കേൾക്കുന്നില്ല. വൈജയന്തിയുടെ മനസ്സിൽ അലീനയുടെയും ബാലേന്ദ്രൻ്റെയും മുഖം, എനിക്കെന്താണ് ഈ ജീവിതത്തിൽ, എനിക്കെന്ത് വിലയാണുള്ളത്, ബാലേന്ദ്രൻ്റെ ജീവിതത്തിൽ ഞാൻ ആരാ എന്നുള്ള ചിന്തകളൊക്കെ ചിന്തിച്ചാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന കുറേ ദൂരെ യാത്ര ചെയ്ത് വന്നപ്പോൾ എതിരെ ഒരു വണ്ടി കടന്നു വരികയാണ്. അപ്പോൾ ആ വണ്ടി വൈജയ് കണ്ടു എങ്കിൽ കൂടിയും വൈജയന്തി നേരെ വണ്ടി അങ്ങ് വെട്ടിച്ച് വേറൊരു കാറിലോട്ട് ചെന്ന് ഇടിക്കാൻ പോവാണ്. അങ്ങനെ ആ കാറിൽ നിന്നും ഇടിക്കാൻ പോയ ആ സമയത്ത് വൈജയന്തി ഓടിച്ചിരുന്ന വണ്ടി അത് മറിഞ്ഞ് 2-3 മറിയൊക്കെ മറിഞ്ഞ് ചെന്നിട്ട് വണ്ടി അങ്ങ് തെറിച്ച് വീഴാണ്. അപ്പോൾ ഒരു നിലവിളി മാത്രമേ ആ വണ്ടിയിൽ നിന്ന് കേൾക്കണുള്ളൂ. കാരണം എന്ന് വെച്ചാൽ വണ്ടി മൊത്തം പൊളിഞ്ഞു. ആ രീതിയിൽ വണ്ടി ഇടിച്ചൊക്കെയാണ്. ആൾക്കാരെല്ലാം ഓടിക്കൂടി. അതിൻ്റെ അകത്തു നിന്ന് വൈജയന്തിൻ്റെ വണ്ടി വെട്ടി പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് വൈജയന്തിനെ പുറത്തെടുത്തത്. വൈജയന്തിയുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടോ എന്നറിയില്ല. ഇനി ഈ ആഴ്ചയിൽ അങ്ങനത്തെ വലിയ സീനുകളും കാര്യങ്ങളൊക്കെയാണ്, ഇമോഷനായിട്ടുള്ള പല കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ മഴതോരും മുൻപേ സീരിയലിൻ്റെ വരാനിരിക്കുന്ന ആഴ്ചയിലെ ഒരു ഇൻട്രോ പ്രൊമോ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊള്ളുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.